നിങ്ങളുടെ പല ഉടമ്പടിക്കും സെക്യൂരിറ്റി ത്രെഡുകളില്ല ആൾക്കാർക്ക്. ഉടമ്പടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ സെക്യൂരിറ്റി ത്രെഡ് ഉറപ്പ് വരുത്തണം. എന്നുവെച്ചാൽ ഉടമ്പടി എന്താണ് നമ്മൾ ദൈവത്തോട് ചെയ്തിരിക്കുന്നത്, വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, അത് നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ സെക്യൂരിറ്റി ത്രെഡ് ഓക്കെ ആവും. എന്താ കാര്യം ചെയ്തത്? ഒന്ന് ഇത് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു പ്രശ്നവുമില്ല. ബാക്കി എന്താ കാര്യം? പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. ബാക്കി ദൈവം ചെയ്യേണ്ടതാണ്. നമ്മളുടെ കാര്യം നമ്മുടെ ഭാഗത്ത് നമ്മൾ ഓക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല. ഈ 500 രൂപ നോട്ട് ലോകത്ത് എവിടെ കൊടുത്താലും വാല്യൂ ഉള്ളതാണ്. കാര്യം എന്താണ്? അത് കള്ളനോട്ടല്ല. കവനൻ്റ് അങ്ങനെയാണ്. കവനൻ്റിൻ്റെ സെക്യൂരിറ്റി ത്രെഡുകളെല്ലാം നിങ്ങളുടെ ഇവാഞ്ചലൈസേഷൻ, നിങ്ങൾ ജനങ്ങളെ വിശ്വാസം അറിയിക്കുക, ആതുര സേവനം ചെയ്യുക, വിശുദ്ധിയോട് ജീവിക്കുക, ബൈബിൾ വായിക്കുക, പ്രാർത്ഥനാ ജീവിതം കറക്റ്റ് ചെയ്യുക, കുടുംബത്തിൽ മാന്യമര്യാദയായിട്ട് ജീവിക്കുക, സ്നേഹത്തോടെ ജീവിക്കുക, അവതാരത്തോടെ ജീവിക്കുക, കാരുണ്യത്തോടെ ജീവിക്കുക. അങ്ങനെ ജീവിത രീതി സെക്യൂരിറ്റി ത്രെഡെല്ലാം കീപ്പ് ചെയ്താൽ ഇത് എവിടെ പോയാലും ഏത് കാലത്തും ഇത് വർക്കൗട്ട് ചെയ്യും. ഇത് കവനൻ്റിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമ്മൾക്ക് ആരാണ് ക്രിസ്ത്യൻ, ആരാണ് നോൺ ക്രിസ്ത്യൻസ് എന്ന് എവിടെയും കിട്ടത്തില്ല. കാര്യം എന്താണ്? ആരാണ് ഹൃദയശുദ്ധിയുള്ളവരെ, ആരാണ് ദൈവത്തോട് സത്യസന്ധതയുള്ളവരെ, ആരാണ് വചനത്തിൽ വിശ്വസിക്കാൻ കഴിവുള്ളവർ. അത് കപ്പാസിറ്റിയാണത്. അതൊരു കപ്പാസിറ്റിയാണ്. നിങ്ങൾ വിജയിക്കേണ്ടത് കവനൻ്റിന് കപ്പാസിറ്റി ഒരേ സമയം ഒരേ രീതിയിൽ പോണതാണ്. നിങ്ങൾ കവനൻ്റിലാണെങ്കിൽ കപ്പാസിറ്റി വർദ്ധിപ്പിക്കണം. നിങ്ങൾ അനുദപിക്കാൻ പറയുന്നതും സൽപ്രവൃത്തികൾ ചെയ്യാൻ പറയുന്നതും സാക്ഷികളാകാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങളുടെ കപ്പാസിറ്റി എംപവർ ചെയ്യാനാണ്. സുവിശേഷത്തിൽ വിശ്വസിക്കണമെങ്കിൽ വേറെ എന്തിലും നിങ്ങൾക്ക് വിശ്വസിക്കാം, പക്ഷേ സുവിശേഷത്തിൽ വിശ്വസിക്കണമെങ്കിൽ നീ അനുദപിക്കേണ്ടി വരും. ലോകത്തുള്ള എന്ത് പുസ്തകമാണെങ്കിലും നിങ്ങൾക്ക് വിശ്വസിക്കാം, പക്ഷേ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കണമെങ്കിൽ യു മസ്റ്റ് റിപ്പന്റ്. പ്രാർത്ഥിക്കുക, കർത്താവേ അനുദപിച്ചുകൊണ്ട് അങ്ങയുടെ വചനത്തിലെ വിശ്വസിച്ചുകൊണ്ട് അനുസരിച്ച് ജീവിക്കാൻ എന്നെ അഭിഷേകം ചെയ്യട്ടെ. വിശ്വാസത്തിനാത്മാവേ വരേണമേ, ആശ്വാസത്തിനാത്മാവേ വരേണമേ, വിശ്വാസത്തിനാത്മാവേ വരേണമേ, ആശ്വാസത്തിനാത്മാവേ വരേണമേ, പരിശുദ്ധാത്മാവേ പാവനാത്മാവേ എൻ്റെ ഹൃദയത്തിൽ വന്നു വാഴണമേ.